നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. 4 ആഴ്ചത്തേക്ക് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി വരുത്തിയ വീഴ്ചയാണ് ഈ തീരുമാനത്തിന് കാരണം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അതോറിറ്റിക്ക് ഹൈക്കോടതി 3 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. ഈ കേസ് പരിഗണിച്ച് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ചാണ് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ AIADMK MLA മഹേന്ദ്രന്റെ ഫാം ഹൌസിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ. തിരുപ്പൂർ കുടിമംഗലം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖ സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. ഫാം ഹൌസിൽ ഉണ്ടായിരുന്ന അച്ഛനും മകളും തമ്മിലുള്ള വഴക്ക് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷൺമുഖ സുന്ദരന് വെട്ടേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതികൾ സംഭവ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 80 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 75,040 രൂപയായി. ഗ്രാമിന് 9,380 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7,700 രൂപയാണ്. വെള്ളിവില ഗ്രാമിന് 1 രൂപ വർദ്ധിച്ച് 121 രൂപയായി. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയർന്നതാണ് കേരളത്തിലും വില വർദ്ധിക്കാൻ കാരണം. ഈ മാസം ഇതുവരെ പവന് 1,760 രൂപയാണ് വർധനവുണ്ടായത്. ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അടൂർ ജാതിയുടെ പേരിൽ സംസാരിക്കുന്ന വ്യക്തിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടൂരും ഗായിക പുഷ്പവതിയും നേരിട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് കൈതപ്രം അഭിപ്രായപ്പെട്ടത്. സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ വിവാദം അവസാനിപ്പിക്കുകയും സർക്കാരിനെ പിന്തുണയ്ക്കുകയും വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. മാവേലിക്കരയിൽ നിർമ്മാണത്തിലായിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്നു വീണ് 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തും. പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പാല നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ പരിശോധനയിൽ വ്യക്തമാകും. ബാലുശ്ശേരിയിൽ ജിസ്ന എന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ജിസ്ന മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. ഈ ആരോപണങ്ങളെ തുടർന്ന് ജിസ്നയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഭർത്തൃപിതാവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ജിസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബോംബെ ഹൈക്കോടതി ജഡ്ജിയായ BJP വക്താവ് ആരതി സാത്തേയെ നിയമിച്ചതിനെതിരെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദം. നിയമവ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷം ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജൂലൈ 28-നാണ് ആരതി സാത്തെ ഉൾപ്പെടെ 3 പേരെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ജഡ്ജിമാരായി നിയമിച്ചത്. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ പൊട്ടിവീണു. പുലർച്ചെ 4:30-നാണ് അപകടം നടന്നത്. ഒരു കണ്ടെയ്നർ ലോറി വൈദ്യുത ലൈനിൽ കൊളുത്തി വലിച്ചതിനെ തുടർന്ന് 4 വൈദ്യുതി തൂണുകൾ തകർന്നു വീഴുകയായിരുന്നു. ഇതിലൊരു തൂണാണ് ആംബുലൻസിന്റെ മുകളിലേക്ക് വീണത്. എന്നാൽ ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്ക് വൈദ്യുതാഘാതമേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.